ഒരാൾ തുടങ്ങി, പിന്നെ സെലിബ്രിറ്റിയാണ്. അപ്പോൾ ആൾക്കാർ കൂടുതൽ കാണാൻ അങ്ങോട്ട് ചെല്ലും, കഴിക്കാൻ ചെല്ലും എന്നൊക്കെ ഉള്ള ഫീലിൽ അവർ കുറേ പാരകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പോലീസൊക്കെ വന്ന് 10:11 മണിയാകുമ്പോഴേ കട ക്ലോസ് ചെയ്യാറായില്ല, ഇവിടെ തട്ട് കിടത്താൻ പാടില്ല, മാനവീയത്തിൽ ഭാഗത്തിൽ തട്ട് കിടത്താൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ. സ്ഥലത്താണ് ഇപ്പൊ നൈറ്റ് ലൈഫ്. ഇപ്പൊ രാത്രി മൊത്തം കാലം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തീരുന്നുണ്ട്. അതിൽ ലാഭമൊന്നും നമുക്ക് കിട്ടണില്ല. പക്ഷെ ഓരോ ആഴ്ചയും ഈ 10,000 രൂപ 20,000 രൂപ വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഒരു സെറ്റപ്പിൽ എത്തിയപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് നമുക്കിത് ഇനി മുതലാവൂല, മുമ്പോട്ട്. പിന്നെ അതൊരു നല്ല കാര്യമാണ്. കാരണം എല്ലാവരും പറയണത് നമുക്കൊരു ബിസിനസ് നഷ്ടമാണെന്ന് തോന്നിയാൽ സ്റ്റോപ്പ് ചെയ്യുക. അത് കറക്റ്റ്. ആ സമയത്ത് ദോശയുടെ മാവ് തീർന്നിട്ട് നമ്മൾ അപ്പുറത്തെ കടയിൽ പോയി പാക്കറ്റ് മാവ് വാങ്ങിച്ച് പൊട്ടിച്ച് ചുട്ടു കൊടുത്ത സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ആ സമയത്ത്. അതൊക്കെ അപ്പോൾ അവിടെ ദോശ തീർന്നു പറഞ്ഞാൽ തീർന്നു, അപ്പോൾ അവിടെ ക്ലോസ് ചെയ്യണം. നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പം ആ മാവിന് നമ്മൾ ചിലപ്പോൾ കടയ്ക്ക് കൊണ്ടുവരുന്ന മൊത്തം മാവിന്റെ വിലയേക്കാളും കൂടുതലായിരിക്കും ചിലപ്പോൾ കടയിൽ പോയി മേടിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ നഷ്ടങ്ങൾ, അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നഷ്ടങ്ങൾ. പിന്നെ എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റോട് കൂടി പോവാം എന്നൊരു വലിയ പാഠം പഠിച്ചു. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു അത്യാവശ്യം നമ്മൾ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ ഏതൊരു സംരംഭത്തിന് ഇറങ്ങി തുടങ്ങാൻ. ചെന്ന് ഫസ്റ്റ് ഡേ തന്നെ സക്സസ്ഫുള്ളായിട്ട് വലിയൊരു മറ്റേ പടുവൃക്ഷം പോലെ അങ്ങ് പന്തലിച്ച് പോകാൻ ചാൻസ് വളരെ കുറവാണ്. അത് ക്രമേണ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രോഫിറ്റബിൾ കിട്ടുള്ളൂ. അപ്പോൾ ആ പ്രോഫിറ്റബിൾ ആവുന്നത് വരെ നമ്മുടെ കയ്യിൽ അത് റൺ ചെയ്യാനുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു.